ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് RKGയുടെ നെയ്യാണ്. നിങ്ങൾക്കിവിടെ ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഞാൻ ഒരു കപ്പ് അളവിൽ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ജീരകശാലയുടെ കൈമ റൈസ് കഴുകി 10 മിനിറ്റ് കുതിർത്ത അരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഒരു നുള്ളു പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, 2 കറുകപ്പട്ട, 2 ഏലക്ക ചേർത്ത് അതിനുശേഷം 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്തത്. ചോറ് ഒറ്റയായി വിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിലും ചേർക്കാം. ഒരു കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് പാകത്തിന് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം ചെറിയ തീയിലാക്കുക. ഫ്ലെയിം കൂട്ടിയിട്ടാൽ ചോറ് വേവാതെയും വെള്ളം വറ്റിയും പോകും. നമുക്ക് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ അതിൽ ശകലം ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അരിയുടെ സൈസ് അനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത്. നല്ല തിളച്ച വെള്ളമായിരിക്കണം അതിൽ ചേർക്കാൻ. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് ഓയിൽ വേണമെങ്കിൽ ആ നെയ്യിൽ ചേർക്കാം. ഉള്ളി വറുത്ത് കോരിയ നെയ്യിൽ തന്നെ ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുകയാണ്. കരിഞ്ഞു പോകാതെ കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ പാകമായിരിക്കുകയാണ്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളിയും അതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസോ ചേർക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗീ റൈസാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.